ഹായ് ഡിയേഴ്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീഡ്സ് വർക്കിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മാലയുടെ ഒരു നെക്ലസിൻ്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മളിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരു ഹൈപ്പും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 6mm ബീഡിൽ ജസ്റ്റ് ഒരു ജംറിങ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഫിഷ് വയർ അതിൽ കൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു ഫിഷ് വയറിലോട്ട് 6mm സൈസിൽ വരുന്ന 2 ബീഡ്സ് ഒരു സൈഡിലും ഒരു സൈഡിൽ 10mm സൈസിൽ വരുന്ന അനദർ കളർ, നമുക്ക് കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ ബീഡും 6mm വൈറ്റ് ബീഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ബീഡ് എന്ന് പറയുന്നത് ഈ വലിയ ബീഡിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു 6mm ബീഡാണ് കേട്ടോ. അതായത് 2 6mm ബീഡ് കോർത്തിട്ടുള്ള ഫിഷ് വയർ ഉണ്ടല്ലോ, ആ ഫിഷ് വയറിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു 10mm ബീഡിൻ്റെ ഒപ്പമുള്ള ആ ഒരു 6mm ബീഡിൽ ക്രോസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ഒരു 10mm ബീഡും ഒരു 6mm ബീഡും, റൈറ്റ് സൈഡിൽ നമ്മൾ 2 6mm ബീഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം 2 ബീഡ് കോർത്തിട്ടുള്ള ആ ഒരു ഫിഷ് വയർ എടുത്തിട്ട് നിങ്ങൾ നൈലോൺ ത്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ ത്രെഡ് എടുക്കാം. ഈ ഒരു 6mm ബീഡുള്ള ആ ഒരു സിംഗിൾ ബീഡിൽ നിങ്ങൾ ക്രോസ് ചെയ്തെടുക്കുക. മെയിനായിട്ട് ബീഡ്സ് വർക്കിന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കളർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കണ്ണിന് നല്ല ഭംഗി തോന്നുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 11 കളർ ബീഡ്സാണ് കോർത്തെടുത്തിട്ടുള്ളത്. 11 തവണ നമ്മൾ ആ ഒരു സെയിം പ്രൊസീജിയർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന, അതായത് നമ്മൾ ആ ഒരു 10mm സൈസിൽ വരുന്ന ബീഡ് കോർത്തിരുന്നില്ലേ, ആ ഭാഗത്ത് ഒരു 12mmൻ്റെ ബീഡാണ് നമ്മൾ കോർക്കണത്. ആ 12mmൻ്റെ ബീഡ് കോർത്തതിന് ശേഷം ഒരു 10mmൻ്റെ കളർ ബീഡ്, ഈ ഒരു കളർ ബീഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം പിങ്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഓഫ് വൈറ്റ് ഉപയോഗിച്ചെന്ന് മാത്രം. ഈ ഒരു 10mm പിങ്ക് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു സെയിം വലിയ ബീഡ് ഉണ്ടല്ലോ 12mmൻ്റെ ഓഫ് വൈറ്റ്, അതിനകത്തുകൂടി ആ ഒരു ലൈന് നമ്മളൊരു പെൻഡൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് കണ്ട ആ ഒരു പ്രൊസീജിയർ മനസ്സിലാവും. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗി തോന്നുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ചുകൂടി ലെങ്ത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ കുറച്ച് ചെറിയ അളവിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അടുത്തത് നമ്മുടെ സെയിം പ്രൊസീജിയറാണ്. നമ്മൾ വലത് ഭാഗത്ത്, അതായത് മുകളിൽ വരുന്ന അവിടെ 2 ബീഡ്സ് കോർത്തു, 6mmൻ്റെ 2 ബീഡ്സ് കോർത്തെടുത്തു. അതിനുശേഷം താഴ്ഭാഗത്ത് ആദ്യം ഒരു 10mm സൈസിൽ വരുന്ന, സൈസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാലയുടെ ഷേപ്പ് തന്നെ മാറും, ബീഡ്സ് കറക്റ്റായിട്ട് നിൽക്കില്ല. ഓക്കെ, ഇനി ഈ ഒരു 6mmൻ്റെ ആ ഒരു ഒറ്റ ബീഡുണ്ടല്ലോ അതിലൂടെ ക്രോസ് ചെയ്തെടുക്കുക. നിങ്ങളിത് വേറെ സൈസ് ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, ആ ഒരു ബീഡ്സിൻ്റെ വർക്കിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറയുന്നത് സൈസ് എപ്പോഴും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മത്സരത്തിന് പങ്കെടുക്കുന്നവർക്ക് കോട്ടൺ ത്രെഡായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാനായിട്ട് വരിക. ഫിഷിംഗ് വയർ ചില സ്ഥലത്ത് അലോ ചെയ്യില്ല, എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റൂൾസ് അറിയില്ല, അതുകൊണ്ടാണ് ഈ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഒരു സെയിം പ്രൊസീജിയർ തന്നെ, മേലെ നമ്മൾ എന്ത് ചെയ്യുക, 2 ബീഡ് കൊടുക്കുക, താഴെ ഒരു വലുതും ഒരു ചെറുതും കൊടുക്കുക, എന്നിട്ട് ചെറിയ ബീഡിൽ കൂടെ ക്രോസ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് മെറ്റലിൻ്റെ ഐറ്റംസ് ഉപയോഗിക്കാൻ പാടില്ല, ഈ ഒരു ഹെഡ് പിൻ, ഐ പിൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്കെന്താ ചില സ്ഥലത്ത് പശയൊന്നും അലോ ചെയ്യില്ല. ചില സ്ഥലങ്ങളിൽ ജഡ്ജസ് ഏതാണോ നിങ്ങൾക്ക് ഡിസൈൻ തരുന്നത് ആ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറയും, ചിലപ്പോൾ ഒരു സെറ്റ് നിങ്ങളിങ്ങനെ ചെയ്തോളാൻ പറയും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇൻ കേസ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്തിട്ടുള്ള അത്രയും അളവിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിത് ഇത്രയും ചെയ്തിട്ട് ഇനി ആ ഒരു മാല എൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. എൻഡ് ചെയ്യുമ്പോഴും സെയിം പ്രൊസീജിയറാണ്, അവിടെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അതായത് ഇതുപോലെ മുകൾ ഭാഗത്ത് നമ്മൾ 2 ബീഡ്, അതായത് വലത് ഭാഗത്ത് 2 ചെറിയ ബീഡും താഴ്ഭാഗത്ത് ഒരു വലിയ ബീഡും ചെറിയ ബീഡും കൊടുക്കും. എന്നിട്ട് താഴ്ഭാഗത്ത് ചെറിയ ബീഡിൽ ക്രോസ് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അത് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിടുമ്പോൾ അത് ഒരുപാട് വിസിബിൾ അല്ലാത്ത രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു
എന്താ പറയുക, ഒരു ഫിഷ് വയറോ അല്ലെങ്കിൽ നൈലോൺ ത്രെഡോ കോട്ടൺ ത്രെഡോ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ എടുത്തിട്ട് 2 വയറും 2 സെയിം സ്ഥലത്ത് വരുന്ന രീതിയിൽ എടുക്കുക. ഓക്കെ. നമ്മളിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ജസ്റ്റ് നമ്മൾ ആ ഒരു ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കില്ലേ, നമുക്ക് ബാക്ക് ചെയിന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് അതല്ലാന്നുണ്ടെങ്കിൽ ജംറിങ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജംറിങ് ആ ഒരു ബീഡ്സിൻ്റെ ഇടയിൽ കൂടിയാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ജംറിങ് ചെറിയ ജംറിങ് ആകുമ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, നല്ലോണം അതൊരു അകത്തി കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ ആ ഒരു 6 mm ബീഡിൻ്റെ ഹോളിൽ കൂടെ ആ ഒരു ജംറിങ് ഇൻസേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ. എങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിഷ് വയറിൽ കൂടെയും ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് വലിയ ടൈപ്പുള്ള ജംറിങ്, ഇപ്പോൾ ഒരു 10 mm സൈസിൽ വരുന്ന ജംറിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല. ഓക്കെ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ശരിക്കും ഇപ്പോൾ സബ് ജില്ലാ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ടൂൾസൊന്നും എന്താ പറയുക, അധികം ടൂൾസൊന്നും, ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂൾസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് കളയാൻ ഞാൻ പറയില്ല കേട്ടോ. ഇതുപോലെ പക്ഷെ അവരത് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാനായിട്ട് പറയണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും എക്സ്ട്രാ നൂലുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ബീഡ്സ് ചെയ്തത് വെറുതെ പോവും. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു ഈ ഒരു ബാക്ക് ചെയിൻ ഉണ്ടല്ലോ, ത്രെഡ് ടൈപ്പ്, അതാണ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ജംറിങ് ചെറുതാവുന്ന സമയത്ത്. ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു നെക്ക് പീസിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഒരു സെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്